അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയുന്നത് പെരുന്നാൾ ദിവസത്തിൽ നാം ചെയ്യേണ്ട 10 സുന്നത്തുകളെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട 10 സുന്നത്തുകൾ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 2 ആഘോഷങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ. ഈ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. പടക്കം പൊട്ടിക്കലോ, വലിയ ഉച്ചത്തിൽ പാട്ട് വെക്കലോ, അല്ലെങ്കിൽ മദ്യം കഴിക്കലോ അങ്ങനെയുള്ളതൊന്നുമല്ല മുസ്ലിമിൻ്റെ ആഘോഷം. മുസ്ലിമിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനകളാണ്. ദാനധർമ്മം ചെയ്യുക, ഭക്ഷണം പാകം ചെയ്യുക, മറ്റുള്ളവരെ വീട്ടുകളിലേക്ക് സൽക്കരിക്കുക, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്യുക. ഇങ്ങനെയുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഘോഷങ്ങളുടെ കൂട്ടമാണ്, ഒരു ആരാധനകളുടെ കൂട്ടമാണ്. അതൊരു മുസ്ലിമിന് വലിയ തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ 30 ദിവസത്തെ നോമ്പ്, വലിയ പെരുന്നാളിൽ നിന്ന് ചെറിയ പെരുന്നാളിനെ വ്യത്യസ്തമാക്കുന്നത് റമദാൻ മാസത്തിലെ നോമ്പാണ്. 30 ദിവസം നോമ്പനുഷ്ഠിച്ച് തറാവീഹ് നിസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് ദിക്റുകൾ ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി തൗബ ചെയ്ത് ആത്മാവിന് ക്ലിയറായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പെരുന്നാളിൻ്റെ അമ്പിളി ആകാശത്തുദിക്കുന്നത്. അപ്പോൾ ആ നോമ്പിൻ്റെ ബഹുമാനത്തെ, നോമ്പിൻ്റെ ഭക്തിയെ കളങ്കപ്പെടുത്താത്ത രൂപത്തിലായിരിക്കണം നമ്മുടെ പെരുന്നാൾ ആഘോഷം. ആ പെരുന്നാൾ ആഘോഷം ആരാധനകളായിരിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള 10 സുന്നത്തുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സുനനു യൗമിൽ ഈദി, പെരുന്നാൾ ദിവസത്തിലുള്ള സുന്നത്തുകൾ. ഒന്നാമത്തത് അൽ ഇഗ്തിസാലു ഖബ്ല സ്വലാത്തിൽ ഈദി, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് കുളിക്കലാണ്. പെരുന്നാൾ കുളിക്കൽ നമ്മൾ പലപ്പോഴും കുളിക്കാറുണ്ട്. രാവിലെ നീച്ച് ജനാബത്ത് കുളിച്ചു പോരാ, പെരുന്നാളിന് പ്രത്യേക ഒരു കുളിയുണ്ട്. ഒരു കൊല്ലത്തിൽ ആകെ 2 ദിവസമാണ് ഈ പെരുന്നാൾ കുളിയുള്ളൂ. അപ്പോൾ ആ പെരുന്നാൾ കുളിയായി പെരുന്നാളിൻ്റെ നീയത്ത് വെച്ച് ചെറിയ പെരുന്നാളിൻ്റെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കുളിക്കുന്നു എന്ന നീയത്ത് ചെയ്ത് നമ്മൾ പെരുന്നാളിൻ്റെ കുളി തന്നെ കുളിക്കണം അല്ലേ, നീയത്തോടുകൂടെ. ഇനി അതിൻ്റെ മുമ്പ് വേറെ കുളിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ, ഇതിന് വേറെ കുളിക്കുക വെള്ളം ഉണ്ടെങ്കിൽ. അപ്പോൾ പെരുന്നാൾ കുളിക്കൽ വലിയ ശക്തിയായ സുന്നത്താണ്. മഹാനായ ഇമാം മാലിക് റഹ്മഹുല്ല പറയുന്ന ഒരു ഹദീസുണ്ട്. അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ കാന യഗ്തസിൽ യൗമൽ ഫിത്ർ ഖബ്ല അൻ യഗ്ദു ഇലൽ മുസല്ലാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് കുളിക്കാറുണ്ടായിരുന്നു എന്ന ഹദീസാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കുളി വല്ലാത്ത ഒരു തൗഫീഖാണ്. 2 ദിവസത്തിലെ വർഷത്തിൽ 2 വട്ടല്ലേ കിട്ടുള്ളൂ, അത് മുടക്കരുത്. ഇനി രണ്ടാമത്തെ സുന്നത്ത് എന്ന് പറയുന്നത് ലുബുസു അജ്മൽ സിയാബി, വസ്ത്രങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല വസ്ത്രം ആളുകൾ കാണുമ്പോൾ കൊള്ളാലോ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള വസ്ത്രം, നമ്മുടെ ഔറത്ത് മറയുന്ന രൂപത്തിലുള്ള വസ്ത്രം. സ്ത്രീകളോട് പ്രത്യേകം പറയാനുള്ളത്, പെരുന്നാളായതുകൊണ്ട് ഔറത്ത് വെളിവാകുന്ന വസ്ത്രങ്ങളൊന്നും ധരിക്കരുത്. കാരണം പെരുന്നാൾ ആരാധനകളുടെ ആഘോഷമാണ്. അതുകൊണ്ട് ഔറത്ത് മറക്കുന്ന നല്ല ഭംഗി നൽകുന്ന അഭിമാനം നൽകുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസു അഹ്സന സിയാബിഹി ഫിൽ ഈദൈൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, റസൂലുള്ളാഹ് അഹ്സന സിയാബാണ്, നല്ല വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. പെരുന്നാളിന് പോകുമ്പോൾ നല്ല ഭംഗിയുള്ള വസ്ത്രം, ഇത് റസൂലിൻ്റെ സ്വഭാവമാണ്, റസൂലിൻ്റെ സുന്നത്താണ്. അപ്പോൾ പെരുന്നാളിന് നല്ല വസ്ത്രം ധരിക്കുക. ഇനി മൂന്നാമത്തത് അൽ അക്ലു ഖബ്ല ഖുറൂജി ലിസ്വലാത്തിൽ ഈദി, ചെറിയ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ചായ കുടിക്കുക, ഭക്ഷണം കഴിക്കുക. എന്തെങ്കിലും കഴിക്കൽ സുന്നത്താണ് അല്ലേ, വല്ലാത്തൊരു സുന്നത്തായില്ല അത്. ഭക്ഷണം കഴിച്ചാൽ കൂലി. 30 മാസം ചായ കുടിച്ചാൽ നോമ്പ് മുറിയുമായിരുന്നു, ഹറാമാകുമായിരുന്നു. എന്നാൽ പെരുന്നാൾ ദിവസം രാവിലെ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് പെരുന്നാളിൻ്റെ ദിവസം ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്ന ഒരു കാര്യമാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഗ്ദു യൗമൽ ഫിത്രി ഹത്താ യഅകുല തംറാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക കഴിക്കാതെ പെരുന്നാൾ നിസ്കാരത്തിന്, ചെറിയ പെരുന്നാളിൻ്റെ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമായിരുന്നില്ല എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അപ്പം അതുകൊണ്ട് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ എന്തെങ്കിലും കഴിക്കുക. ഇന്ന് നോമ്പില്ലല്ലോ, ഇന്ന് പെരുന്നാളല്ലേ, ആഘോഷത്തിൻ്റെ ദിവസമല്ലേ എന്ന് വിചാരിച്ചിട്ട് നീയത്തോടുകൂടെ ഭക്ഷണം കഴിക്കണം. ആ നീയത്തോടുകൂടെ പെരുന്നാളിൻ്റെ ദിവസം ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിൻ്റെ പ്രതിഫലം നൽകും. തൗഫീഖ് നൽകട്ടെ.
ഇനി നാലാമത്തെ സുന്നത്ത് അത്തക്ബീറു ഫീ ത്വരീഖിൽ മുസല്ല. പള്ളിയിലേക്ക് പോകുന്ന വഴിയിലൊക്കെ തക്ബീർ ചൊല്ലാം. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളെ പള്ളിയിലേക്ക് നിങ്ങളെ നയിച്ചതിൽ, നിങ്ങളെ സന്മാർഗത്തിലാക്കിയതിന് നിങ്ങൾ അല്ലാഹുവിന് തക്ബീർ ചൊല്ലണം. എന്താണ് തക്ബീർ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ ദിക്ർ, ഈ തക്ബീർ ചൊല്ലിയിട്ടാവണം പള്ളിയിലേക്ക് പോകല്. വഴിയിൽ നിന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇനി അഞ്ചാമത്തെ സുന്നത്ത് അദ്ദഹാബു ഇലൽ മുസല്ല മാഷിയൻ. പള്ളിയിലേക്ക് നടന്നിട്ട് പോവുക. വണ്ടിയൊക്കെ ഉണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, എങ്കിലും നടന്നു പോവുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അൻ അലി റളിയല്ലാഹു അൻഹു പറയാണ്, മിനസ്സുന്നത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽപ്പെട്ടതാണ് അൻ യഖ്റുജ ഇലൽ ഈദി മാഷിയൻ. പെരുന്നാൾ നിസ്കാരത്തിന് നടന്നു പോകൽ റസൂലുള്ളാഹിന്റെ സ്വഭാവമായിരുന്നു അല്ലേ? അപ്പം നടന്നു പോവുക. കുറച്ച് നല്ല ദൂരം ഉണ്ടെങ്കിലൊക്കെ കുറച്ച് വാഹനം എടുക്കുക എന്നല്ലാതെ, കുറച്ചൊക്കെ അധികം എല്ലായിടത്തും പള്ളി ഉള്ളത് കൊണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ നമുക്ക് നടന്നു പോകാനുള്ള അടുത്ത് തന്നെ നമ്മുടെ പള്ളി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നടന്നിട്ടായിരിക്കണം പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്ക് പോകേണ്ടത്. ഇനി ആറാമത്തത് മുഖാലഫത്തു ത്വരീഖ്. മുഖാലഫത്തു ത്വരീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വന്ന വഴിയിലൂടെ അല്ലാതെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഒരു വഴിയിലൂടെ വരിക, റോഡിൻ്റെ മറ്റേ സൈഡിലൂടെ പോവുക അല്ലേ? അല്ലെങ്കിൽ അപ്പുറത്ത് കൂടെ വേറൊരു വഴിയുണ്ട് വീട്ടിലേക്ക് വരാൻ, അതിലൂടെ പോകുന്നത് സുന്നത്താണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലുണ്ട്, ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമ ഈദിൻ ഖാലഫ ത്വരീഖ്. പെരുന്നാളിൻ്റെ അന്ന് റസൂലുള്ള വ്യത്യസ്തമായ വഴികളിലൂടെയായിരുന്നു വരികയും പോവുകയും ചെയ്തിരുന്നത് എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഇനി സ്വലാത്തുൽ ഈദി മഅൽ ജമാഅത്തി, പെരുന്നാൾ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ സുന്നത്ത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് എന്ത്? പെരുന്നാൾ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കാം, എങ്കിലും പള്ളിയിൽ പോയിട്ട് നാട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടി നിസ്കരിക്കുമ്പോൾ ആ വലിയ ജമാഅത്തിൽ തന്നെ പങ്കെടുത്ത് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക. ഇനി എട്ടാമത്തത് അത്തഹ്നിഅതു ബൈനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾ തമ്മിൽ പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുക എന്നതാണ്. കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹാബിമാരായിരുന്നു, ഇദാ ലഖൂ യൗമൽ ഈദി യഖൂലു ബഅ്ദുഹും ലിബഅദ് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ പരസ്പരം കാണുമ്പോൾ, കുറച്ച് ആൾക്കാർ മറ്റുള്ളവരെ കാണുമ്പോൾ അവർ പറയുമായിരുന്നു, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അല്ലാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ സ്വീകരിക്കട്ടെ, സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹാനായ ജുബൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് പറയുന്നത്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി ഒമ്പതാമത്തത് ഇൽഹാറുൽ ഫർഹി വസ്സുറൂർ. എന്താണ് ഇൽഹാറുൽ ഫർഹി വസ്സുറൂർ? ലികുല്ലി ഖൗമിൻ ഈദും വഹാദാ ഈദുനാ. സന്തോഷം പ്രകടിപ്പിക്കുക അല്ലേ? സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കുക? കൂക്കി വിളിച്ചിട്ടാണോ, ആർത്ത് വിളിച്ചിട്ടാണോ, പടക്കം പൊട്ടിച്ചിട്ടാണോ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടാണോ? അല്ല, മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുക, വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക, ആളുകളെ സ്നേഹിക്കുക, ആളുകളുടെ വീടുകളിലേക്ക് സന്ദർശനം നടത്തുക. ഇതൊക്കെയല്ലേ സന്തോഷം അല്ലേ? മാതാപിതാക്കളൊക്കെ കാണാൻ പോവുക, അവരുടെ ഖബറിങ്ങിൽ പോവുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് പരിശുദ്ധ ഇസ്ലാമിൽ ആഘോഷം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ സന്തോഷ പ്രകടനങ്ങൾ നടത്തേണ്ടത്. ലികുല്ലി ഖൗമിൻ ഈദുൻ, എല്ലാ സമൂഹത്തിനും ഈദുണ്ട്. എന്നാൽ വഹാദാ ഈദുനാ, ഇതാണ് നമ്മുടെ ആഘോഷം, ഇതാണ് നമ്മുടെ ആഘോഷം റസൂലുള്ളാഹി പറയാണ്. പത്താമത്തത് അസ്സദഖത്തു, ദാനധർമ്മം ചെയ്യലാണ്. ഇനി പത്താമത്തത് അസ്സദഖത്തു, ദാനധർമ്മം ചെയ്യലാണ്. പെരുന്നാൾ ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ഒരു 10-100 കുട്ടികളെ കയ്യിലോ, അല്ലെങ്കിൽ പണം ആർക്കാണ് ആവശ്യമുള്ളത്, നമ്മുടെ കുടുംബത്തിലാവട്ടെ നാട്ടിലാവട്ടെ, പെരുന്നാൾ നിസ്കാരത്തിന് പോകുമ്പോൾ ആർക്കെങ്കിലും കുറച്ച് പൈസ ദാനം കൊടുക്കുക. കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് ദാനം കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഇതാണ് പെരുന്നാളിൻ്റെ 10 പ്രധാനപ്പെട്ട സുന്നത്തുകൾ. ഇനിയും ഒരുപാട് സുന്നത്തുകളുണ്ട്,
കഴിയുന്നതൊക്കെ നമ്മൾ എടുക്കുക. ഈ പറയപ്പെട്ട 10 സുന്നത്തുകൾ നിർബന്ധമായിട്ടും എടുക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നാളെ പാരത്രിക ലോകത്ത് പരിശുദ്ധ റമളാൻ മുഴുവനും നോമ്പെടുത്ത് അതുപോലെ തന്നെ തറാവീഹ് നിസ്കരിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് ഇബാദത്തുകൾ ചെയ്തതൊക്കെ സ്വീകരിച്ചുകൊണ്ട് നാളെ സ്വർഗ്ഗത്തിൽ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.